അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് ചെറു ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തിളച്ച പാലാവരുത്. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. ഈസ്റ്റ് എടുക്കുന്ന സമയത്ത് പഴകിയ ഈസ്റ്റ് ഒന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് നോക്കി എടുക്കാം. ഡേറ്റ് ഒക്കെ നോക്കി വാങ്ങാം. എന്നിട്ട് ഇതിലേക്ക് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 3 കപ്പ് മാവ് ചേർത്ത് കൊടുക്കാം. മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 250 ml അളവ് കപ്പിനാണ് 3 കപ്പ് മാവ് എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് മാവ് ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് അവരവരുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ ഒരുമിച്ച് മൈദ ചേർക്കരുത്. എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഒരുമിച്ച് മൈദ ചേർത്തുന്നേ ഉള്ളൂ. ഇതാ കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചൊന്ന് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ കുഴച്ചെടുക്കുക. ഇതുപോലെ കൈവച്ചിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ മാവ് നമുക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടി വെച്ച് കൊടുക്കാം. പ്ലേറ്റ് വെച്ചിട്ട് മൂടി വെക്കുകയോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഞാനിപ്പോൾ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 3 കോഴിമുട്ട, പുഴുങ്ങിയ മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ഹോളിൽ കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് വേവിച്ചിട്ടല്ല എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. വലിയ എരിവൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരിന് പകരം വിനാഗിരി 1 ടീസ്പൂൺ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സവാള ഒന്നും വേവിക്കത്തില്ല. വേവിക്കാതെയാണ് ഈ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാവുന്നതാണ്. ഇനി കുറച്ച് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചേർക്കാം. ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് മൊസറല്ല ചീസാണ് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെന്ന് ആവശ്യമില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് തോന്നും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചീസൊക്കെ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് വഴറ്റിയെടുക്കുകയോ മുളക് പൊടി ചേർക്കുകയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഇത്രയും മതി. ഉപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ മതിയാവും. ഇനി ക്ലിംഗ് റാപ്പ് മാറ്റാം. ഒന്നുകൂടി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഈ ബൗളിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. ജസ്റ്റ് ഒന്ന് ഒരുപാടിട്ട് കുഴക്കണ്ട. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ മാവ് 2ആയിട്ട് മുറിച്ചെടുക്കുക. ഈ മാവ് 2ആയിട്ട് ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കുക. ഇനി ഈ മാവ് നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്യാം. പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 അറ്റവും ഇരിക്കുന്നത് ചെറിയ പീസുകളാണ്. അത് കുറച്ചും കൂടെ മാവ് ചേർത്തിട്ട് ആക്കി ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ മാവാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരുപാടിട്ട് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക.
ഉരുട്ടിയെടുക്കുമ്പോൾ കുറച്ച് മാവ് വരും, അതങ്ങ് എടുത്ത് മാറ്റാം. ഇത് ബാക്കി മാവിലും കൂടെ വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് മാവ് എടുക്കേണ്ടത്. ബാക്കി കുറച്ച് പീസുകൾ വരുന്നത് ഉരുട്ടിയെടുത്ത് ഒറ്റ ഉരുളയാക്കി എടുക്കാം. ഇപ്പോൾ ആ മാവ് ഒരേ വലിപ്പത്തിലുള്ള 7 ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കോട്ടൺ ടവലോ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാവെല്ലാം കുറച്ചും കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. 10-15 മിനിറ്റ് വെക്കുക. ഇതിൽ നിന്നും ഒരു മാവ് എടുക്കുക, എന്നിട്ട് ബാക്കി മാവ് മൂടി വെച്ച് കൊടുക്കുക. ഒരു ഉരുള മാവ് എടുക്കുക, കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പരത്തിയെടുത്ത മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുക്കുക. 1-1.5 ടേബിൾ സ്പൂൺ വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഓവറായിട്ട് വെക്കരുത്. മാവിൻ്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ച ഭാഗം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ഉരുളകളെല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇത് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ കോട്ടൺ ടവലോ വെച്ച് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു മാവ് എടുക്കുക. അപ്പോൾ ഫില്ലിംഗ് നിറച്ച ഒരു മാവ് എടുത്തിട്ടുണ്ട്. കയ്യിൽ എണ്ണ തടവിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. മെല്ലെ ഒന്ന് പരത്തി കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റാണ്. ഇനി തിരിച്ച് വെച്ചിട്ട് ഈ അറ്റവും മറുവശവും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരത്തിയെടുത്ത മാവ് വെച്ച് കൊടുക്കുക. 2 എണ്ണം വീതം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 വശവും ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ മറുവശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. 2 വശവും ഒന്ന് തിരിച്ചിടാം. 2 മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടാവും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു പലഹാരമാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, എൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും. നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്